അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ ശരിയാക്കുമെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്വത്തിൽ നിന്നും കീഴൂട്ട് തറവാട്ടിൽ നിന്നും കിട്ടിയ പൈസയിൽ നിന്നും പണിയുന്ന റോഡല്ലത്. പക്ഷെ ആ വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലുമായി കുറെ വാഹനത്തിൽ ഗുണ്ടകളുമായിട്ടാണ് അദ്ദേഹം ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നത്. നിരവധിയായ മനുഷ്യ ജീവന് ഈ ഗണേഷ് കുമാർ പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ റോഡ് ശരിയാക്കാതിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളുകയും ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊടുക്കുകയും ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയുടെ വികസനത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം 15 വർഷക്കാലമായി ഏനാത്ത് പത്തനാപുരം കുന്നല കറവൂർ റോഡിന്റെ ഉദ്ഘാടനം 5 തവണയായി നടത്തുകയുണ്ടായി. 5 തവണയായി നടത്തുകയുണ്ടായതിനു ശേഷം ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരേന്ത്യൻ കമ്പനിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും ഏകദേശം ഒരു 70 കോടിയിലധികം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മിച്ച ഒരു റോഡാണിത്. കേരളത്തിലെ ഏറ്റവും നല്ല MLA എന്ന് അവകാശപ്പെടുകയും ഏറ്റവും നല്ല മന്ത്രി എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ റോഡാണ്. ഈ റോഡിലെ സാധാരണക്കാരായ ജനങ്ങൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി, നിരവധി സ്ത്രീകൾ രാവിലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നതിന് വേണ്ടി, നിരവധി ചെറുപ്പക്കാർ ജോലിക്ക് പോകുന്നതിന് വേണ്ടി, പ്രായമായ ആളുകൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിനുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ സമയത്ത് പോലും ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഈ റോഡ് ശരിയാക്കുമെന്നാണ്. ഇത് അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ ശരിയാക്കുമെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്വത്തിൽ നിന്നും കീഴൂട്ട് തറവാട്ടിൽ നിന്നും കിട്ടിയ പൈസയിൽ നിന്നും പണിയുന്ന റോഡല്ലത്. ഇത് നമ്മളെപ്പോലുള്ള ആളുകൾ സെൻട്രൽ നികുതിയും സ്റ്റേറ്റ് നികുതിയും കൊടുക്കുന്നതിൽ നിന്നും നമ്മുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് അലോട്ട് ചെയ്തു തരുന്ന പണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഈ റോഡ് പണിത് സഞ്ചാരയോഗ്യമാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ്. ഇത് നമ്മുടെ ഈ അവകാശം നിഷേധിക്കുന്നത് പത്തനാപുരത്തിന്റെ MLA ആണ്. ഈ റോഡ് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും PWD വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ കലുങ്ക് പണിയാൻ സാധിക്കൂ. മാത്രമല്ല ഈ സൈഡിൽ കൂടി പോയേക്കുന്ന പൈപ്പ് ലൈനുകളുണ്ട്. അപ്പൊ അത് റോഡ് വെട്ടിപ്പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ റോഡിൽ നിന്നും നേരത്തെ അനുമതി കിട്ടിയാൽ മാത്രമേ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കൂ. KSEBയോട് കത്ത് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടുന്നത് പത്തനാപുരത്തെ MLA ആണ്. ആ പത്തനാപുരത്തിന്റെ MLA ഇതൊന്നും ചെയ്യാതെ, ഇതിന്റെ അവലോകന യോഗം കൂടാതെ, ഇതിന് വേണ്ടുന്ന രീതിയിൽ ഇതിന് റിവേഴ്സ് എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ആവശ്യമായ പണങ്ങൾ കമ്പനിക്ക് വാങ്ങിക്കൊടുത്തിട്ട് MLAക്ക് കിട്ടേണ്ടുന്ന പണം അത് കൈപ്പറ്റിയതിനു ശേഷം ആ കമ്പനിയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആ കമ്പനിയാണോ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്? സ്ഥലം MLAയും മന്ത്രിയുമായിട്ടുള്ള ഒരു ജനപ്രതിനിധിയല്ലേ? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഗണേഷ് കുമാർ വരുമ്പോൾ ഇത് ചോദിക്കാൻ തയ്യാറാകാത്തത്? ചോദിക്കാൻ ചെല്ലുന്ന ആളുകളോട് ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നിലപാടിലൂടെ ആളുകളെ ആട്ടിപ്പായിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന പോലീസുകാരുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ക്രമസമാധാനത്തിന് വേണ്ടി നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്നവരാ. പക്ഷെ ആ വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലുമായി കുറെ വാഹനത്തിൽ ഗുണ്ടകളുമായിട്ടാണ് അദ്ദേഹം ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം ഭയപ്പെട്ടുകൊണ്ടാണ് ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ ഇപ്പോൾ ഗണേഷ് കുമാർ യാത്ര ചെയ്യുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് നല്ല രീതിയിൽ വന്ന് സംസാരിച്ച് വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പൊള്ളത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കേട്ട് വിശ്വസിച്ച ആളുകൾ വോട്ട് ചെയ്ത് തുടർച്ചയായി 24-ാമത്തെ വർഷം MLA ആയി മന്ത്രിയായി തുടരുന്ന ഗണേഷ് കുമാറിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ റോഡ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണിത് തരേണ്ടതായിരുന്നു. ഇപ്പോൾ സമരം ചെയ്യുന്ന ഭാഗത്ത് മാത്രം റോഡ് പണി ചെയ്യുന്ന ഒരു രീതിയാണ്. പുന്നരയിൽ കുണ്ടയത്ത് സമരം ചെയ്തു, ആ കുണ്ടയത്തെ റോഡ് നന്നാക്കി. അതിനുശേഷം പുന്നരയിൽ സമരം ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായി പുന്നരയിൽ റോഡ് പണി പുരോഗമിക്കുന്നു. ഇപ്പോ പട്ടാഴി വടക്കേക്കരയിൽ ഇവിടെ ഇപ്പോ കടുവാത്തോട് ഭാഗത്ത് ചെയ്യുമ്പോൾ ഇവിടുത്തെ കുറച്ച് ഭാഗം പൂർത്തീകരിക്കും. ബാക്കിയുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. ഈ റോഡിന്റെ പല ഭാഗങ്ങളും വക്ക് കെട്ടില്ല, അതിന്റെ സൈഡിൽ കെട്ടില്ല. അവിടെ മണ്ണിടിഞ്ഞു പോയാൽ, സ്കൂൾ വാനുകൾ പോകുമ്പോൾ മണ്ണിടിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു വാഹനം പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന KSRTC പോകുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ മണ്ണിടിഞ്ഞു പോയാൽ അതിലിരിക്കുന്ന നിരവധിയായ മനുഷ്യ ജീവന് ഈ ഗണേഷ് കുമാർ പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ റോഡ് ശരിയാക്കാതിട്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായും ജനരോക്ഷം നിങ്ങൾ നേരിടേണ്ടി വരും. ഈ പത്തനാപുരത്തിന്റെ മണ്ണിലൂടെ സ്വതസിദ്ധമായ രീതിയിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ വഴിയിൽ കരിങ്കൊടിയുമായി യൂത്ത് കോൺഗ്രസും തടയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ മുൻനിരയിൽ ഞങ്ങൾ ഉണ്ടാകും. DYFIക്കാരൻ പറയുന്നത് പോലെയല്ല,
ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഫോൺ വരുമ്പോൾ ഗണേഷ് കുമാറിന് വഴിയൊരുക്കുന്ന ഡിവൈഎഫ്ഐക്കാർ പറയുന്നത് പോലെയല്ല. ഇവിടെ നട്ടലുള്ള പറഞ്ഞാൽ അത് ചെയ്യാൻ ചങ്കൂറ്റവും ധൈര്യവും മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് പാരമ്പര്യവുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഇതൊരു താക്കീതായി കാണണ്ട, ഇതൊരു വെല്ലുവിളിയായി കണ്ടോളൂ. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളൂ. വരുന്ന ദിവസം നിങ്ങളെ വഴിയിൽ തടയുന്ന സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല എങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ റോഡിലൂടെ നിങ്ങൾ അടിയന്തരമായി ഗതാഗത സംവിധാനം ഉണ്ടാക്കുന്ന ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയായി മാറണമെന്ന് മാത്രം എന്റെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.